കൊച്ചിയിൽ അമ്മ ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ കുഞ്ഞ് മരിച്ച് തലയോട്ടി തകർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് എറിഞ്ഞപ്പോഴാണ് തലയോട്ടി തകർന്നത്. ശരീരത്തിലാകെ സമ്മർദ്ദം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തൽ വരികയാണ്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ വരുമ്പോൾ എത്രത്തോളം കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടുണ്ട്, ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? പ്രതീക്ഷ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഇനിയും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പ്രാഥമികമായ അവരുടെ അനുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ആ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുഞ്ഞിൻ്റെ തലയോട്ടിയിലുള്ള വലിയ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് ആ പോസ്റ്റ്മോർട്ടത്തിലൂടെ പുറത്തേക്ക് വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ നിന്ന് ആ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്ക് എറിഞ്ഞപ്പോഴുള്ള ആഘാതത്തിൽ തന്നെയാണ് അതിന്റെ തലയോട്ടി തകർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായും IPC 302 വകുപ്പ് പ്രകാരമുള്ള ആ കുറ്റകൃത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ആ പ്രസവത്തിന് ശേഷം ആ കുഞ്ഞിന്റെ ശരീരം ആസകലം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കൂടി ആ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ കീഴ്ത്താടിക്ക് പൊട്ടലേറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള ആഘാതം തന്നെയാണ് അതിന്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാകുമ്പോൾ അതിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ അമ്മയ്ക്കെതിരെ കൃത്യമായ തെളിവായത് മാറുകയാണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തുടർ നടപടികൾ എന്തായാലും ഉണ്ടാകും. അതായത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം അതിനുശേഷമായിരിക്കും പോലീസ് തീരുമാനിക്കുക. ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോകും. ഇനി ഇതോടൊപ്പം തന്നെ പോലീസിന് കണ്ടെത്താനുള്ളത് ഈ പെൺകുട്ടിയെ ഈ ഗർഭിണിയാക്കിയത് ആര് എന്നതാണ്. അതൊരു പീഡനം അതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ ആര് എന്നത് കണ്ടെത്താനുള്ള ശ്രമവുമുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളാണ് ഇതിന് പിന്നിൽ എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. എന്തായാലും പോലീസ് ആ വഴിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.